ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് റിയാദിലുള്ള ലയൺ എക്സ്പീരിയൻസിലാട്ടോ. ഇതിപ്പം ഞങ്ങളവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇവിടെ ആണെങ്കിൽ നേരത്തെ കുഞ്ഞുങ്ങളെ കയറ്റില്ലായിരുന്നു, ഇപ്പം 5 വയസ്സിന് മുകളിലോട്ടുള്ളവരെ കയറ്റും കേട്ടോ. ശിവയ്ക്ക് 4.5 ആയിട്ടുള്ളൂ. ഞങ്ങൾ പക്ഷേ 5 പറഞ്ഞ് കയറ്റി. അക്കാമ്മയൊന്നും ചെക്ക് ചെയ്യുന്നില്ല, നമുക്ക് കയറ്റി കൊണ്ടുപോകും. പക്ഷേ കുഞ്ഞു പിള്ളേരെ പുറത്തിരുത്തണം കേട്ടോ. പുറത്തിരുത്താനായിട്ട് അവർക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, നമുക്ക് അവിടെ ഇരുത്തിയിട്ട് പോകാം. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ മിറർ ഗ്ലാസ് തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വേണം നമ്മൾ പോവാൻ. ടിക്കറ്റ് ഫ്രീ ആണ്, പക്ഷേ നമ്മൾ ഓൺലൈനിൽ അതിൻ്റെ സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സൈറ്റിൽ കയറി ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാൻ. നമുക്ക് ഒരാൾക്ക് 11 ടിക്കറ്റ് കിട്ടും കേട്ടോ. 15 ടിക്കറ്റ് കിട്ടും ഒരാളുടെ പേരിൽ. നമുക്ക് 15 ടിക്കറ്റ്സ് എടുക്കാം. 5 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും നമ്മൾ ടിക്കറ്റ് എടുക്കണം. ലയൺ പ്രോജക്റ്റ് എന്താണെന്ന് പോലും അറിയാതെ പോയൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന് കുറച്ചൊക്കെ മനസ്സിലായി കണ്ടിട്ട്. ബാക്കിയൊക്കെ ഗൂഗിളിൽ നോക്കി ആ പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതൽ അവിടെ നിന്ന് നമുക്കൊരു ബുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഉള്ളൊരു ബുക്ക് കിട്ടും. അത് നോക്കിയൊക്കെ വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ലോകത്തിലെ തന്നെ 8ാമത്തെ അത്ഭുതം എന്നാണ് ഈ ഒരു പ്രോജക്റ്റിനെ അവർ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിന് മെയിൻ കാരണമുണ്ട്. ചുറ്റുപാടുള്ള നമ്മളെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് അത്ഭുതപൂർവമായ ഒരു നഗരജീവിതമാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ലയൺ പ്രോജക്റ്റ് കൊണ്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഭാവിയിലെ നഗരങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നും ഒക്കെ നമുക്കിവിടെ ഡിസ്പ്ലേ വഴി അവർ ഏകദേശം ഒരു രൂപം നമുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ ഫൗണ്ടർ നമ്മളെ കിങ് ബിൻ സൽമാൻ ആണ് കേട്ടോ. 100% റീയൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് ഇതിനുള്ളിൽ ഓരോ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ലയൺ പ്രോജക്റ്റ് എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ പുറമേയുള്ള കൊടും ചൂടിലായാലും കൊടും തണുപ്പായാലും ഇതിനുള്ളിൽ താമസിക്കുന്നവർക്ക് വർഷം മുഴുവനും അതിനനുയോജ്യമായ ഒരു കാലാവസ്ഥ അനുഭവിക്കാനുള്ള ഒരു ഫെസിലിറ്റി അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി എത്രത്തോളം നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതും ഈ ഒരു ലയൺ പ്രോജക്റ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഡിസ്പ്ലേകളിൽ അവിടെ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ നല്ല ടൈം എടുത്ത് ഈ ഓരോ സ്ക്രീനിലെ വീഡിയോസും വാച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അത്രത്തോളം എങ്കിലും ഈ ലയൺ പ്രോജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റൂ. യാതൊരു അറിവും ഇല്ലാതെ പോകുന്നവർക്കെന്ന് പറഞ്ഞാൽ നല്ല ടൈം എടുക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി നോക്കി പോവാനാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് മൊത്തം കണ്ടു തീർന്നിറങ്ങാം. പക്ഷെ നല്ല ടൈം എടുത്ത് നമ്മൾ കാണാനാണെങ്കിൽ ഒരുവിധം നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. കാറുകളും റോഡുകളും പോലുള്ള കാർബൺ പുറന്തള്ളുന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒഴിവാക്കുന്നതിലൂടെ സിറ്റി ഒരു 0 കാർബൺ ആകുമെന്നാണ് ഇവർ പറയുന്നത് ഇതുകൊണ്ട്. അതുപോലെ തന്നെ വ്യവസായങ്ങളുണ്ട് ഇതിൽ. അതിൻ്റെ പ്രവർത്തനം 100% റീയൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി ഉണ്ടായിരിക്കും ഇവർ ചെയ്യുന്നതാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ ഉണ്ടാവില്ല, 0 കാർബൺ ആണ്. 170 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു സിറ്റി. വിഡ്ത്ത് എന്ന് പറയുന്നത് 0.2 കിലോമീറ്റർ. അപ്പം തന്നെ നമുക്ക് ഉദ്ദേശിക്കുക അതിൻ്റെ ഒരു സ്ട്രക്ചർ അവരെങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ നോ കാർസ്, നോ സ്ട്രീറ്റ്, നോ കാർബൺ എമിഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഫ് കോഴ്സ് ഒട്ടും പൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ചെയ്തെടുക്കുക എന്ന് തന്നെയാണ് അവരുടെ മെയിൻ ഉദ്ദേശം. സൗദി വിഷൻ 2030 പ്രോജക്റ്റ് നിയോമാണിത്. $500 മില്യൺ അവർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ് തബൂക്ക് പ്രൊവിൻസിൽ ചെയ്യാൻ പോകുന്ന ഈ ലയൺ പ്രോജക്റ്റ്. 2018 ഒക്ടോബറിൽ ഓൾറെഡി അതിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. 9 മില്യൺ പീപ്പിളിന് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ബിൽഡിങ്സിൻ്റെ എല്ലാം മിറേർഡ് വാളായിരിക്കും. അതുപോലെ 0 ഗ്രാവിറ്റിയിലായിരിക്കും ഇത് മേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മിറർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാൽപ്പാടുകൾ പോലും പ്രകൃതിയായിട്ട് ലയിപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളൊരു രീതിയിലാണ് അവർ മിറർ സ്ട്രക്ചർ തന്നെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ 1 എൻഡ് ടു അതർ എൻഡ് 20 മിനിറ്റ് കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗതാഗത സൗകര്യം അവർ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്.
ഇതിങ്ങനെ ഈ ലൈനാണ് ചുറ്റും. നോക്കട മോനെ നടക്കടാ. വിൻഡ്, സോളാറ്, ഹൈഡ്രജൻ എന്നീ റീയൂസ് ചെയ്യാൻ പറ്റുന്ന എനർജീസ് മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിറ്റി ആയിരിക്കും ലൈൻ സിറ്റി. അങ്ങനെയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ സീറോ ഗ്രാവിറ്റിവിറ്റി സിറ്റിയാണ്. ആൻഡ് വെർട്ടിക്കൽ ആയിരിക്കും, വെർട്ടിക്കൽ സിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ലൈൻ സിറ്റി എന്ന് തന്നെ പേര് കൊടുത്തിരിക്കുന്നത്. ലൈൻ പദ്ധതിയെ ഈ ഒരു വീഡിയോയിൽ റിയാദ് സിറ്റിയാണ് കാണിക്കുന്നത്. അത് ഒരു ലൈൻ പദ്ധതി പ്രകാരം നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമെന്ന് കാണിക്കുകയാണ്, നമുക്ക് മനസ്സിലാക്കി തരാം. കണ്ടില്ലേ, ഇത്രയും ബിൽഡിങ്സ് ആ ഒരു ലൈനിൽ വരുമ്പം അത്രയും ഗ്രീനറി നമുക്ക് കൂടുവാണ്. ഇത് തന്നെയാണ് അവർ ലൈൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം പ്രകൃതിയുമായിട്ട് ഇഴുകി ചേർന്ന് ജീവിക്കുക, പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളൊരു മെയിൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ലൈൻ പ്രോജക്റ്റ് അവർ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റിൻ്റെ 85% മാത്രമേ നമുക്ക് ലൈൻ പ്രോജക്റ്റ് പ്രകാരമാണെങ്കിൽ യൂസേജ് ആവുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ അവർ പറയുന്നത്. ഇതുപോലെ ആയിരിക്കും ആ ഒരു ലൈനിനുള്ളിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു വെച്ചേക്കുന്നത്. കണ്ടില്ലേ, ഇതിൽ കൂടുതലും യൂസ് ചെയ്തേക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് കൂടുതലും നല്ല ലൈഫുള്ള പ്ലാന്റ്സ് ആയിരിക്കും. അതുപോലെ അധികമായിട്ട് എല്ലാ ക്ലൈമറ്റിലും പറ്റുന്ന രീതിയിലും അധികമായിട്ട് മിനറൽസ് അങ്ങനത്തെ ഐറ്റംസ് വേണ്ടാത്ത രീതിയിലുള്ള ലൈഫ് കൂടുതലായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൽ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ കൂടുതലും നമ്മളെ കേരളത്തിൽ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള തൊട്ടാവാടി, മുക്കുറ്റി അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന പ്ലാന്റ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇത് ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കേരളത്തിൽ ഒത്തിരി ഫെമിലിയറായുള്ള കുറേ ചെടികൾ അതിൽ കാണിക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ വേഗത്തിലാക്കാൻ വേണ്ടി ഇതിൽ ഹൈപ്പർ റെയിൽവേ സിസ്റ്റം ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അതിന് അവർ യൂസ് ചെയ്യുന്നത് റീയൂസബിൾ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ 9 മില്യൺ ആളുകൾക്ക് ഇത് താമസിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ 9 മില്യൺ ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന ഈ ഒരു സാമ്പത്തിക മേഖല 2026 409 ലക്ഷം ആളുകൾക്കും 2030 1.5 to 2 മില്യൺ ആളുകൾക്കും താമസിക്കാനുള്ള ശേഷി കൈവരിക്കുമെന്നാണ് അവരുടെ എക്സ്പെക്ടേഷൻ. 2045 ഇത് കറക്റ്റ് 9 മില്യൺ ആളുകൾക്ക് താമസിക്കാനാകും. ഓൻ്റെ മോനെ ഇത് കണ്ടാ, അതിൻ്റെ അകത്തോട്ടുണ്ട് നിയം സിറ്റിയുടെ അകത്തോട്ടാവുന്നു. ഇത് കണ്ടോ, ബീച്ചുണ്ട്. ഇതൊക്കെ ബീച്ചാ, ഇതൊക്കെ വെള്ളം. ആ 5 വയസ്സിന് താഴെയുള്ള കൊച്ചുകളെ മാത്രമേ കേസപ്പാടുള്ളൂ പറഞ്ഞു. അതോട് പോകാൻ പറഞ്ഞേ. എന്റെ പൊന്നെ, എങ്ങനെ ഉണ്ടാവുന്നേ? ഇതിന്റെ അകത്ത് ഇങ്ങനെ ആയിരിക്കും.
ഇങ്ങ് വാ കണ്ടാ. ഉയ്യോ. അതിന്റെ അകത്തോട്ട് നോക്ക്. ഹാങ്ങിങ് മോഡലിലാണ് ബിൽഡിങ്ങിനെ കീപ്പ് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ ഷിപ്പ് എൻട്രി ചെയ്യുന്ന സ്ഥലമാണ്. ലയൺ പ്ലാസയിൽ ഫസ്റ്റ് കവാടം എന്ന് പറയുന്ന ഇതാണ്. അത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കേട്ടോ ഈ ഷിപ്പ് ആ കവാടമായി കാണിച്ചിട്ടുണ്ടോ അതിലൊക്കെ എൻട്രി അടിക്കുന്നില്ല. ഇതാണ് ഫസ്റ്റ് ലയണിലോട്ട് എൻട്രി ചെയ്ത എൻട്രി. ഇത് ആ കവാടത്തിന് ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. അതായത് ഇതിങ്ങനെ എൻട്രി വരും. മറൈൻ ഗേറ്റ്. നമ്മളങ്ങോട്ട് കയറി വന്നപ്പോൾ കുറേ ബോട്ടുകൾ. അപ്പൊ ഈ എൻട്രൻസ് മൊത്തം മറ്റേ ഇതല്ലേ, വെള്ളമല്ലേ? സ്റ്റാർട്ടിങ് കഴിയുമ്പോൾ അതിലോട്ടുള്ള ഫസ്റ്റ് വ്യൂ ഉള്ളതല്ല. ഇങ്ങനെയാണ് അവരുടെ എക്സ്പെക്ടേഷൻ ആർക്കിടെക്ചർ. ഈ രീതിയിലായിരിക്കും കവാടങ്ങളാണ്. ഇത് ആ കവാടത്തിന് തന്നെ താഴത്തെയുള്ള വ്യൂകളാണ്. മരീന ബിലോ ആൻഡ് അബവ് വാട്ടർ. അതായത് ആ ഒരു ഏരിയ മരീന മരീന ക്രൂസ് ഷിപ്പ്. ആ ഷിപ്പിലായിരിക്കും എല്ലാം ബോട്ടിലെ ഇത് പാർക്കിംഗ് കാര്യങ്ങളെല്ലാം. നല്ല സൺസെറ്റ് ആണ്. ഇതാണ് ലയൺ പ്രോജക്റ്റ്. അപ്പൊ അതിന്റെ സൈഡിലായിരിക്കും ഈ ബോട്ടുകൾ പാർക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത്. അവിടെ മൊത്തം ഫോറസ്റ്റ് ഇത് അവർ പ്ലാനിങ് ചെയ്തേക്കുന്നത് സൈഡ്. അതിന്റെ ഇൻസൈഡില് അത് ഇൻസൈഡിലായി ലൈനിലെ ഏറ്റവും ടോപ്പില് ടോപ്പിലുള്ള ഏരിയകളാണ്. ഫോറസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അത് പൂളാണ് ലെഫ്റ്റ് സൈഡിൽ. റൂഫ് ടോപ്പ് ആൻഡ് ഫോറസ്റ്റ്. ആ സൈഡ് ഫോറസ്റ്റ് ആണ്. ഇത് ഫുള്ള് പൂള ആ സൈഡില്. അതിന്റെ ഹെഡ് ഭാഗങ്ങളാണ്. ഇൻസൈഡ് ഭാഗങ്ങളാണ്. Like say no height.
വാ നമുക്ക് അങ്ങോട്ട് അങ്ങനെ വാ. ഇതൊക്കെ ഏകദേശം സെയിം തന്നെ. അല്ല ഇതെല്ലാം അതിന്റെ ഓരോ പാർട്ട്. ഇങ്ങനെ കത്തുവോ ഇതായ ഫുൾ LED ആയിരിക്കില്ലേ? ഇതാണ് സീറോ ഗ്രാവിറ്റി. വായിച്ചു നോക്ക്. സീൻ ഫ്രം അബവ്. അങ്ങനല്ല, അതിന്റെ സ്ട്രക്ചറിനെയാണ് സീറോ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് അത് നമ്മളെ തോന്നുന്നു അതിനെ പിടുത്തമില്ലാതിരിക്കുന്നതാണ്. അത് നമ്മുടെ കണ്ണില് അത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെ. ഫെഗോണിയ, ഇതൊക്കെ വയലിൽ നിൽക്കുന്ന എറോഡിയം. നമ്മുടെ അഭയ പോയ സാധനല്ലേ? ഞാനും അതാണെന്ന് വിചാരിച്ച് നോക്കിയതാ. മത്തങ്ങയോ വാട്ടർമെലനോ? അല്ല, അതെടുക്കാം, ലാസ്റ്റ് എടുക്കാം. അടിപൊളി ചെടിയില് ഇതുവരെ കാണാത്ത തരം ഉണ്ട്. ഏറ്റവും കൂടുതൽ അവിടെ വെള്ളം കണ്ടോ? ചെറുത് ചെറുത് ആര് ഇത് മറ്റേ സാധാ പുല്ലല്ലേ നിങ്ങളെ? ആര്
ഈ ഒരു ലയൺ പ്രോജക്റ്റിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിരിക്കും. ആ 14 പേരുടെ പിക്ചറാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ആർക്കിടെക്ചേഴ്സ് 14 പേരുണ്ട് കേട്ടോ. അതിൽ 5 പേര് ലേഡീസാണ്. 14 പേരും 14 രീതിയിലാണ് ഇത് ഡെമോൺസ്ട്രേഷൻ ചെയ്തിരിക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലോകാത്ഭുതങ്ങളുടെ കൂടെ എത്താൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പർ റെയിൽവേ സിസ്റ്റം. എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയും തന്നെയാണ് അവർ ഈ ഒരു ലൈൻ പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. അതിൽ ഹോസ്പിറ്റൽ, സ്കൂൾ, ഓഫീസുകൾ എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. കാൽനടയിലൂടെ തന്നെ 5 മിനിറ്റ് കൊണ്ട് എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. എൻട്രൻസ് മുതൽ എക്സിറ്റ് വരെ 170 കിലോമീറ്ററാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്പോർട്ടേഷനും അതിൽ അവർ സൗകര്യമൊരുക്കിയിരിക്കും. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചായിരിക്കും ഓട്ടോമേറ്റഡ് സർവീസ് എന്നാണ് അവർ പറയുന്നത്. ആ നേരത്തെ കാണിച്ചില്ലായിരുന്നു കളറുകള്, പച്ചയും ചുവപ്പും ഓറഞ്ചും ഒക്കെ. ഇതുണ്ടോ പിയാനയും ഡ്രംസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ, മറ്റേ ഡാൻസ് കളിക്കുന്നുണ്ടോ, പബ് പോലെ ക്ലബൊക്കെ പോലെ.
ഇതിന്റെ അകത്ത് നോക്കിയേ. കിട്ടിയില്ല. ഇതിന്റെ ഈ സൈഡിൽ നിന്ന് കണ്ടാൽ പറയത്തേ ഇല്ല ഇതിനകത്ത് ഇങ്ങനെ ഉള്ളത്. ആ സൈഡിൽ നോക്കി അല്ലേ, ചുമ്മാ മറച്ചു വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ആ ഇതാണ് ഡിസൈൻ. ഇതിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, മറ്റേ മോഡല്. ഓ ഇത് ഒരു ഷോപ്പിംഗ് മാള് 10-20 അട്ടി വെച്ച പോലെ ഉണ്ട് അല്ലേ? ഇങ്ങനെ എണ്ണണ്ട, തല ഇറങ്ങും. നമുക്ക് അങ്ങോട്ട് പോവാം. ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് ആണ്. ആ ഇത് പ്രൊജക്ടർ അല്ലല്ലോ. അല്ല ആര് കാൻഡിലിവർ എന്താകുമ്പോ മറ്റേ താഴെയുള്ള അല്ലേ? ഇത് പിടിച്ചു നിൽക്കാനുള്ള സാധനമല്ലേ? അതന്നെ അതന്നെ. ഇതിന്റെ സൈഡ് നോക്കി അങ്ങളെ 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 ഇതെന്തുവാ? Thank you for visiting the Lion Experience.